ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമി കൊച്ചി. എൻ്റെ പേര് ആശിഷ് മാത്യു. ഇന്ന് നമ്മൾ ബാങ്കിങ് അവയർനെസ്സിൻ്റെ മാർച്ച് സെക്ഷനിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എല്ലാ വീഡിയോസും കാരണം ഇനിയിപ്പോൾ നമുക്കറിയാം SBI ക്ലർക്ക്, SBI PO ഈ രണ്ട് എക്സാംസും അവൈറ്റഡ് ആണ്. അപ്പം ഇനി വരുന്ന എല്ലാം കറണ്ട് അഫയേഴ്സും ബാങ്കിങ് അവയർനെസ്സിൻ്റെ എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷനും ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. ദ വേൾഡ് ബാങ്ക് പ്ലാൻസ് ടു ഇൻട്രൊഡ്യൂസ് 100 million ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ടു ബൂസ്റ്റ് ഇന്ത്യാസ് റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ സോളാർ പ്രോഗ്രാം സോളാർ പ്രോഗ്രാമിന് ഒത്തിരി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്താണ് വേൾഡ് ബാങ്ക് അവരുടെ സഹായം ചെയ്യുന്നുണ്ട്. എത്രയാണ്? 100 million ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുവഴി എന്താണ് SMEs നമുക്കറിയാം. അപ്പോൾ അവർക്ക് കൂടുതലും ഈ ഒരു സ്കീം വഴി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവാൻ പോകുന്ന SME. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ് പല രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സോളാർ നമ്മൾ എത്ര ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അത്രയും അവർക്ക് ബെനിഫിറ്റ് ആയിരിക്കും അത് വെച്ചുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ആണെന്ന് ഓർത്തിരിക്കുക. 100 million ആണ് സോളാർ റൂഫ് ടോപ്പ് പ്രോജക്റ്റിന് വേണ്ടി ആരാ കൊടുക്കുന്നത്? വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നമ്മുടെ എന്താണ്? കോട്ടക് മഹീന്ദ്ര ബാങ്ക് വിൽ ഹാൻഡിൽ ദ സാലറി അക്കൗണ്ട്സ് ഓഫ് ദി ഇന്ത്യൻ ആർമി പേഴ്സണൽസ്. ഓക്കെ, അപ്പം കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇന്ത്യൻ ആർമിയും തമ്മിൽ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ആർമി പേഴ്സണൽസിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന കഴിഞ്ഞാൽ ഏത് ബാങ്കാണ്? കോട്ടക് മഹീന്ദ്ര ബാങ്കാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ തേർഡ് പോയിന്റ് എന്താണ്? HDFC ബാങ്ക് ഹാസ് ലോഞ്ച്ഡ് സ്കീം പുതിയ സ്കീമാണ്. എന്താണ്? സ്മാർട്ടപ്പ് ഉന്നതി. ഓക്കെ, ഫോർ മെൻറ്ററിങ് വുമൻസ് എൻ്റർപ്രനേഴ്സ് ബൈ വുമൻ ലീഡേഴ്സ് അറ്റ് ദ ബാങ്ക്. ഓക്കെ, അപ്പോൾ ഈ സ്കീം വഴി എന്താണ് വുമൻസിന് വുമൻ പുതിയ എൻ്റർപ്രനേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതും ചിലപ്പോൾ ചോദിക്കാം. വുമൻസ് ഡേയുടെ അന്നാണ് ഈ ഒരു സ്കീം HDFC ബാങ്ക് ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ സ്കീമിൻ്റെ പേര് ഓർത്തിരിക്കുക, സ്മാർട്ടപ്പ് ഉന്നതി. ഓക്കെ, അപ്പോൾ ഇതുവഴി ആദ്യത്തെ ഒരു 3000 വുമൺ എൻ്റർപ്രനേഴ്സിനാണ് ഇവർ ആദ്യത്തെ ഈ ഒരു സ്കീം വഴി കൂടുതൽ ബെനിഫിറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലോട്ടിൽ 3000 വുമൻസാണ് ഇവർ ഈ സ്കീമിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? RBI has removed IDBI ബാങ്ക് ഫ്രോം PCA ഫ്രെയിംവർക്ക് നമുക്കറിയാം PCAയുടെ ഫുൾ ഫോം എന്താണ്? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതുവഴി എന്താണ് ഇനിയിപ്പോൾ IDBI ബാങ്കിൻ്റെ പ്രോസസ്സൊക്കെ പഴയ പോലെയാവും. ഓക്കെ, അതുപോലെ തന്നെ വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനിൽ അണ്ടറിലൊരു ബാങ്ക് ആണെങ്കിൽ അവർക്ക് എന്താണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും നടത്താൻ പറ്റത്തില്ല അപ്പോൾ ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനിൽ IDBI ബാങ്ക് മാറുമ്പം അവിടെ ജോബ് വേക്കൻസിക്കുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കും നല്ലൊരു യൂസാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. എന്താണ് അടുത്ത പോയിന്റ്? ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് റിലീസ് ദ ലിസ്റ്റ് ഓഫ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്കോർ കാർഡ്. ഓക്കെ, ആൻഡ് SBI ഹാസ് സ്റ്റോപ്ഡ് ഫോർ ദ 3rd കോൺസിക്യൂട്ടീവ് ഇയർ. ഓക്കെ, അപ്പം ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അപ്പോൾ അവർ ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്കോർ കാർഡ്. ഓക്കെ, അപ്പോൾ അതിൽ ടോപ്പ് ആരാണ്? SBI അപ്പോൾ UPI വഴിയുള്ള ട്രാൻസാക്ഷൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ബേസ് ചെയ്തുള്ളൊരു അവാർഡാണ്. അപ്പോൾ അത് ആർക്കാണ് കിട്ടിയേക്കുന്നത്? SBIക്കാണ് ഫോർ ദ 3rd കോൺസിക്യൂട്ടീവ് ഇയർ. ഓക്കെ, അപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് മിനിസ്ട്രിയാണ് കൊടുത്തെന്നുള്ളതും കൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. അടുത്തതാണ് RBI has imposed 2 crores ഓൺ SBI അണ്ടർ സെക്ഷൻ 10 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. RBI 2 crores ആണ് SBIക്ക് ഫൈനായിട്ട് ഇമ്പോസ് ചെയ്തേക്കുന്നത് അണ്ടർ സെക്ഷൻ 10 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫൈൻ ഇമ്പോസ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹാസ് സെറ്റപ്പ് wholly owned subsidiary Punjab National Bank Cards and Services Limited to manage their card business. ഓക്കെ, അപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കാർഡ് ബിസിനസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെന്താണ് അതിനൊരു സബ്സിഡറി കൊണ്ടുവന്നേക്കുവാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് കാർഡ്സ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് ഒരു
സബ്സിഡറി പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതും ചിലപ്പോൾ ചോദിക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. RBI ഹാസ് ഫൈൻഡ് 15 lakhs ഓൺ ഫെഡ് ബാങ്ക് ഫിനാൻസ് സർവീസസ് ലിമിറ്റഡ് മുംബൈ. ഓക്കെ, ഇപ്പോൾ ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിന് RBI 15 lakhs ആണ് ഫൈനായിട്ട് ഇമ്പോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോകാം. നമുക്കറിയാം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ട്രെൻഡി. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ സ്കീമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്കീം വെച്ചാണ് ഇത് ഏകദേശം ഒരു സേവിങ് അക്കൗണ്ട് സ്കീം തന്നെയാണ്. ഓക്കെ, 1-2 ഫീച്ചേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഒരു സേവിങ് അക്കൗണ്ട് അല്ലേ, അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി പുതിയൊരു സേവിങ് അക്കൗണ്ട് സ്കീമുമായിട്ടാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ട്രെൻഡി എന്ന് പറഞ്ഞൊരു പുതിയ സ്കീമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദിക്കാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത എന്താണ്, നമുക്കറിയാം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് UNI കാർബൺ കാർഡ്. ഓക്കെ, ആൻഡ് HPCL co-branded credit card on the RuPay platform of NPCI. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ബാങ്ക്സ് ആണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും പിന്നെ ആരാണ്? UNI കാർബൺ കാർഡ് അല്ലേ. അപ്പോൾ ഒരു കാർബൺ കാർഡ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇൻ അസോസിയേഷൻ വിത്ത് ആരാണ്? HPCI ആയിട്ട് ലിങ്കപ്പ് ചെയ്തിട്ടാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്ലാറ്റ്ഫോമിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്? NPCI ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം വഴി എന്താണ് നമുക്കറിയാം നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് NPCI അല്ലേ. അപ്പോൾ ഇതുവഴി അവർക്ക് ട്രാൻസാക്ഷൻസ് നടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ബാങ്കാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ കാർഡിൻ്റെ പേരെന്താണ്? UNI കാർബൺ കാർഡാണ്. ഓക്കെ, ഏത് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്താണ്? HPCI അല്ലേ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ലിങ്കപ്പ് ചെയ്താണ് ഈ ഒരു കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാർഡിൻ്റെ പേര് UNI കാർബൺ കാർഡ്, അതുപോലെ തന്നെ HPCL ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്നാണ്? യുണൈറ്റഡ് നേഷൻസ് അല്ലേ കോർപ്പറേഷൻ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹാസ് പ്രൊജക്റ്റഡ് ഇന്ത്യസ് എക്കോണമി ടു കോൺട്രാക്ട് ബൈ 6.9%. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കമ്പനി അല്ലേ, നമുക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കമ്പനിയാണ്. അവർ ഇന്ത്യയുടെ GDP എത്ര പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോൺട്രാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 6.9% ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലെ GDP പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്മളോട് ചോദിക്കാറുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കി പോവാം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഹാസ് സർപാസ്ഡ് റഷ്യാസ് ടു ബിക്കം വേൾഡ്സ് 4th ലാർജസ്റ്റ് റിസർവ് അല്ലേ. അപ്പം ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് ആരെയാണ് സർപ്പാസ് ചെയ്തിരിക്കുന്നത്? റഷ്യ, ടു ബിക്കം ദ 4th ലാർജസ്റ്റ് റിസർവ്. ഓക്കെ, അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ നമ്മുടെ ഫോറിൻ റിസർവ്? $580.3 ബില്യൺ ആണ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ? 4th ലാർജസ്റ്റ് റിസർവ് ആണ് ഇന്ത്യയുടേത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്നാണ്? ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേഷൻ ഹാസ് പ്രഡിക്റ്റഡ് ഇന്ത്യസ് GDP ടു റീച്ച് 12.6% ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2022. ഓക്കെ, അപ്പോൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12.6 പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 12.6. അപ്പോൾ ആ ഒരു 2022 ഏറ്റവും കൂടുതൽ GDP ഉള്ള കൺട്രി ഇന്ത്യ ആയിരിക്കും എന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? EPFO ഹാസ് കെപ്റ്റ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ പ്രൊവിഡൻറ്റ് ഫണ്ട് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2020-21 at 8.5%. ഓക്കെ, അപ്പം EPFO എത്രയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് വെച്ചേക്കുന്നത്? 8.5 ആയിട്ട് തന്നെയാണ് ഫോർ ദി ഇയർ 2020-2021. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോവാം. HDFCയുടെ ഇർഗോ ജനറൽ ഇൻഷുറൻസ് അല്ലേ, നമുക്കറിയാം HDFC ബാങ്കിൻ്റെ ഇൻഷുറൻസ് ആണ്. ആസ് ലോഞ്ച്ഡ് ബിസിനസ് നിഷ്കത്ത് സുരക്ഷ. ഓക്കെ, അപ്പോൾ പുതിയ സ്കീമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്, ബിസിനസ് നിഷ്കത്ത് സുരക്ഷ അല്ലേ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നതാണ് SM അല്ലേ, ഈ നമുക്കറിയാം പല നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പം ഈ പല കടകൾക്കും അല്ലേ അല്ലെങ്കിൽ ഫാമേഴ്സിന് അവരുടെ ക്രോപ്സിന് ഇൻഷുറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കീം വഴി എന്താണ് അവർക്ക് ഏത് അല്ലേ SMEs ആയാലും ഫാമേഴ്സിനായാലും അവരുടെ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കീം വഴി അവർക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. മാക്സിമം എത്ര രൂപ വരെ കിട്ടാം? 3 crores വരെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും ഈ ഒരു സ്കീം വഴി. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഈ HDFCയുടെ ഇർഗോ ജനറൽ ഇൻഷുറൻസ് ആണ് ബിസിനസ്
നിഷ്കത് സുരക്ഷ യോജന ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ് ആക്സിസ് സെക്യൂരിറ്റീസ് ഹാസ് ലോഞ്ച്ഡ് യീൽഡ്. ഓക്കെ, യീൽഡ് എന്ന് പറഞ്ഞൊരു സ്കീമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണ്? an ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു ബൈ ആൻഡ് സെൽ ബോൺസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെക്കൻഡറി മാർക്കറ്റിൽ നമ്മുടെ ബോൺസ് ഒക്കെ വിൽക്കാൻ ആക്സിസ് ബാങ്ക് ഒരു പുതിയ സ്കീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്കീമിൻ്റെ പേര് എന്താണ്? ഈൽഡാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്നാണ് NPCI. ഓക്കെ, ഹാസ് ലോഞ്ച് എ ന്യൂ ആപ്ലിക്കേഷൻ UPI ഹെൽപ്പ് ഓൺ ഭീം UPI. ഓക്കെ, അപ്പോൾ NPCI ഒരു പുതിയ സ്കീമുമായിട്ട് വന്നിരിക്കുന്നത് UPI ഹെൽപ്പ് ഓൺ. ഓക്കെ, അപ്പോൾ ഇതുവഴി എന്താണ് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള മേജർ ബാങ്ക്സ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. SBI ഉണ്ട്, ഓക്കെ, ആക്സിസ് ബാങ്ക് ഉണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ ICICI ബാങ്ക് ഉണ്ട്, ഓക്കെ, HDFC ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ബാങ്ക്സ് ആണ് മെയിനായിട്ട് ഈ ഒരു പുതിയ ആപ്ലിക്കേഷനകത്ത് ജോയിൻ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ചോദിക്കുക, ബാങ്ക്സ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ്? UPI ഹെൽപ്പ് ഓൺ ആണ്. ഓക്കെ, ആരാണ് കൊണ്ടുവന്നത്? NPCI ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്കീം. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോകാം. സെബി ഹാസ് ക്യാൻസൽഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സഹാറ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ സഹാറ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ സെബി എന്താണ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോവാം. അലയൻസ്, ഓക്കെ, ഇൻഷുറൻസ് ഹാസ് ലോഞ്ച്ഡ് SME ഇൻഷുർ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ടു MSMEs. ഓക്കെ, അപ്പോൾ എന്താണ് അലയൻസ് ഇൻഷുറൻസ് ഏത് സ്കീമായിട്ടാണ് വന്നേക്കുന്നത്? SME ഇൻഷുർ. ഓക്കെ, ഒരു പുതിയ സ്കീമാണ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ടു MSMEs. ഓക്കെ, അപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ സ്കീമിൻ്റെ പേരും ആരാ ലോഞ്ച് ചെയ്തെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് എന്നാണ്? SBI ആൻഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഹാവ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ്. ഓക്കെ, അപ്പം SBIയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ടൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്നാണ്? മധം വെങ്കട്ട റാവ്, ഓക്കെ, ഈസ് ദ ന്യൂ MD ആൻഡ് CEO ഓഫ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ MDയും CEO ആരാണ്? മധം വെങ്കട്ട റാവ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് മാർച്ചിലുള്ള ഇമ്പോർട്ടൻറ്റ് ബാങ്കിങ് അവയർനെസ്സിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുന്ന കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് തരുവാണ്. ആ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓക്കെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ് ഫൈനൽ ചെയ്തത്? ഓക്കെ, ഏത് വർഷമാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, 1947, 1948, ഓക്കെ, 1949, 1950. ഓക്കെ, അപ്പോൾ ഏത് വർഷമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നെന്ന് പറയുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം SBIയുടെ കറണ്ട് ചെയർമാൻ ആരാണെന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? അതൊന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? SBIയുടെ ചെയർമാൻ ആരാന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത മന്തിൽ ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് ഓഫ് ഏപ്രിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനാണ്. ഓക്കെ, ഓക്കെ, then this is Ashish Mathi signing off. Thank you very much.